ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഫുഡ് ജഡ്ജിൻ്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതിനു മുൻപ് ഞാനൊരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ആണ് കേട്ടോ ഇത്. വിപ്പിംഗ് ക്രീമിന് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു റെസിപ്പിയിൽ ഞാൻ വിപ്പിംഗ് ക്രീമും ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും യൂസ് ചെയ്യാണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, നമുക്ക് എപ്പോഴും വാങ്ങാനും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഏത് പ്രോഗ്രാമിനും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ടേസ്റ്റ് ആയിട്ടുള്ള, സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഞാനിനി 3/4 കപ്പോളം ഷുഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഷുഗറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കോ ഇതിൽ വ്യത്യാസമൊക്കെ വരുത്താവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് മുന്നേ ഇതുപോലെ ഒരു ബൗളിൽ 2.25 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം മൈദ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ മിക്സ് ചെയ്യാതെ കിടക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കോഫി പൗഡറാണ്. അത് കുഴപ്പമില്ല, നമ്മളിനി പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് മെൽറ്റായി പോയിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കി എടുക്കണം. അതിന് മുന്നേ ഇതുപോലെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗർ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ പാല് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതുപോലെ ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ മിക്സിന് നല്ലൊരു ഗ്ലേസിങ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മെൽട്ടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ സമയം എടുക്കുന്നുണ്ട് നന്നായിട്ട് കുറുകി വരാനായിട്ട്. അപ്പോൾ നന്നായിട്ട് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുറുകി വരാതെ ഇരിക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് കുറുക്കി എടുക്കരുത്. നല്ല സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ കൺസിസ്റ്റൻസി ഇതിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നാൽ കണ്ടില്ല, നല്ല കുറുകി വന്ന് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ബിസ്ക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതുപോലെ അമേരിക്കനയുടെ കുക്കീസാണ് കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാർലേജി പോലത്തെ ബിസ്ക്കറ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുക്കീസ് ചേർത്ത് കൊടുത്താലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിസ്ക്കറ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഈ കുക്കീസ് ഇതാ ഇതുപോലെ ഷുഗർ കോട്ടിങ്ങും ഉള്ളിൽ നട്ട്സൊക്കെ വരുന്ന ഒരു ടൈപ്പ് കുക്കീസാണ് കേട്ടോ. നമുക്കിനി ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ടോട്ടലായിട്ട് ഇതുപോലെ ഒരു 3 പാക്ക് ബിസ്ക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ചോക്ലേറ്റ് മിക്സൊക്കെ നല്ല ചൂടാറിയിട്ടുണ്ട്. അതിൽ നിന്നും ഇതുപോലെ കുറച്ച് ഞാൻ ഒരു 1/4 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ മിക്സിലേക്ക് നമ്മുടെ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കുക്കീസ് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കറ്റ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതുപോലെ കുറച്ചായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ആ ഒരു ലൂസ് പരുവം വിട്ടിട്ട് കുറച്ച് കട്ടിയാവാൻ തുടങ്ങും നമ്മുടെ ബിസ്ക്കറ്റും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു പരുവം വരെ നമ്മൾ ബിസ്ക്കറ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് അതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഇതുപോലെ ഒരു കേക്കിൻ്റെ ട്രെയിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്.
അതിൽ ഞാൻ അടിയിൽ കുറച്ച് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് ഓവർനൈറ്റൊക്കെ വെച്ചിട്ട് നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള പുഡിങ്ങാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേയുടെ അടിഭാഗം എന്താ ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോക്കും ഫോട്ടോക്കൊക്കെ നല്ലൊരു ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് സാധാരണ പുഡിങ് കഴിക്കുന്ന പോലെ നമ്മൾ ഈ ട്രേയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് ഇതായത് പൊക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുന്നു. നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ 5-in-1 ടോട്ട കേക്ക് ആയിട്ടുള്ള ഡ്രീം കേക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡ്രീം പുഡിങ്ങും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്